ഇന്ന് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടി അരച്ചത്, കുറച്ച് നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം കറിവേപ്പില ഇട്ട് പിന്നെ ചിക്കനും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ. ചിക്കനിൽ നിന്ന് നന്നായി വെള്ളമൊക്കെ ഇറങ്ങി ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ 2 സവാള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കൂടി അരച്ചതും ഒരു പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റി 2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി കുക്കായി കിട്ടും. ഇനി അല്പം വെള്ളം ഒഴിച്ച് നമ്മുടെ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്